ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ തണ്ണിമത്തൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ തണ്ണിമത്തൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാല് തിളപ്പിച്ചിട്ടാണ് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതാ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം തണ്ണിമത്തൻ വെച്ചാൽ നല്ല വെള്ളമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് തിക്കില്ലാത്തൊരു ജ്യൂസായി പോകും കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുരുവൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. നമ്മൾ ഓരോ ജ്യൂസ് തയ്യാറാക്കുമ്പോഴും കുരുവൊന്നുമില്ലാത്ത ജ്യൂസാണ് ഡയറക്റ്റ് അങ്ങനെ സെർവ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഈ തണ്ണിമത്തൻ്റെ ജ്യൂസ് നമ്മൾ എന്തായാലും ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.